അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇതേപോലെ ആയിരിക്കും ലോഡായിട്ട് വരുന്നത്. ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും ഫ്രീ 171 UPI ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിത് കംപ്ലീറ്റ് ആക്കുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് 1 സെക്കൻഡ് പോലും എടുക്കത്തില്ല. സ്പോട്ടിൽ തന്നെ ആ ഒരു പേയ്മെന്റ് നിങ്ങൾ ഈ കൊടുക്കുന്ന UPIയിലേക്ക് അവർ അയച്ചു തരുന്നതായിരിക്കും. അത്രയ്ക്ക് ഇൻസ്റ്റന്റ് ആണ്. പിന്നീട് വെറും 5 മിനിറ്റ് വർക്ക് പോലും വരുന്നില്ല. വളരെ സിമ്പിളാണ്. ഓൾറെഡി ഞാൻ ചെയ്തു, എനിക്ക് എമൗണ്ട് കിട്ടി, പക്കയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വൈഫൈയിൽ കണക്ട് ചെയ്ത് ഒരിക്കലും ചെയ്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വൈഫൈയിൽ കണക്ട് ചെയ്ത് നിങ്ങളുടെ നെറ്റ്വർക്കിൽ തന്നെ സിമ്മിൻ്റെ നെറ്റ്വർക്കിൽ തന്നെ കണക്ട് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു ഗൂഗിൾ പേയിലെയോ അല്ലെങ്കിൽ ഫോൺ പേയിലെയോ പേടിഎമ്മിലെയോ വാട്സപ്പിലോ ഇഷ്ടമുള്ളതിനകത്ത് UPI ആപ്ലിക്കേഷനകത്ത് UPI കൊണ്ടുവരിക. വർക്കായിരിക്കണം. ആ ഒരു UPI കൊണ്ടുവന്ന് ഇതേപോലെ തന്നെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സബ്മിറ്റ് ഉണ്ടായിരിക്കും, അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നേരെ ഇതേപോലെ തന്നെ ലോഡാവുന്നതായിരിക്കും. എന്നിട്ട് iOS ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആപ്പിൾ സ്റ്റോറിലേക്ക് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ കാണാൻ സാധിക്കും Angel One എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും ലോഗിനും സൈനപ്പും. നിങ്ങൾ സൈനപ്പിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, ലോഗിനിൽ ക്ലിക്ക് ചെയ്യരുത്. സൈനപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. സൈനപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് അവിടെ റെഫർ കോഡ് ഉണ്ട്, അത് നിങ്ങൾ മസ്റ്റായിട്ട് എൻ്റർ ചെയ്തിരിക്കുക. ഈ സൈഡിലായിട്ട് കൊടുത്തിരിക്കുക, ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുക. പിന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരിക്കും. റെഫർ കോഡ് മസ്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ എമൗണ്ട് കറക്റ്റായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് OTP വരും. അതും കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു നെയിം ഒതുക്കും. ആ ഒരു നെയിമും കൂടെ എൻ്റർ ചെയ്യുക കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ ആ നെയിം കൂടെ എൻ്റർ ചെയ്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റ് സ്പോട്ടിലാണ് നിങ്ങളത് എൻ്റർ ചെയ്ത് വരുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ആദ്യമേ കൊടുത്തിരുന്നത്, നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു UPIയിലേക്ക് ഒരു രൂപ അവർ അയച്ചു തരുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ ഈ ഒരു സംഭവം ട്രാക്ക് ചെയ്യുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആ ഒരു 171 കിട്ടത്തില്ല. അത് എടുത്ത് പറഞ്ഞിരിക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന UPIയിലേക്ക് നിങ്ങൾ ഈ മൊബൈൽ നമ്പരൊക്കെ കൊടുത്തുകൊണ്ട് ഇതേപോലെ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കി വരുമ്പോൾ തന്നെ ഒരു രൂപ അവർ അയച്ചു തരും. ക്യാഷ് ഫ്രീ എന്നായിരിക്കും വരുന്നത്. ആ ഒരു രൂപ വന്നിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് കൺഫേം ചെയ്യണം. എന്നിട്ട് മാത്രമേ ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്യാവൂ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം റെഫർ കോഡ് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ നെയിം ചോദിക്കും, ആ നെയിം എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ഗൂഗിൾ അക്കൗണ്ട് ചോദിക്കും, ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഇതേപോലെ തന്നെ കൊടുത്തിരിക്കാം, ലിങ്ക് ചെയ്തിരിക്കാം. അപ്പോഴാണ് അവർ ആ ഒരു അയച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു രൂപ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് പോകുന്നതാണ്. ഇനി നമുക്ക് വരുന്നത് KYC ആണ്. അത് എടുത്ത് പറഞ്ഞിരിക്കാം. KYC കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു 171 രൂപ നമുക്ക് അവർ തരുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പാടാണോ അല്ലെങ്കിൽ സേഫ് ആണോ എന്നൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ സെബിയുടെ അണ്ടറിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനോ എല്ലാത്തിനും മ്യൂച്വൽ ഫണ്ടിലെല്ലാം തന്നെ പറ്റിയ ഏറ്റവും അടിപൊളി ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അത് എടുത്ത് പറഞ്ഞിരിക്കാം. അപ്പോൾ സെബിയുടെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് സെബിയുടെ അണ്ടറിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നീട് ഈ ഒരു KYC നിങ്ങൾ കൊടുത്തിട്ട് അത് അപ്രൂവ് ആവണമെന്ന് തന്നെ ഇല്ല. അപ്രൂവ് ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ എമൗണ്ട് ക്രെഡിറ്റ് ആവും. എന്നിട്ടത് അപ്രൂവ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, ആയാലും കുഴപ്പമില്ല, ആയാൽ തന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ആ ഒരു രൂപ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു KYC കംപ്ലീറ്റ് ചെയ്യാം. KYC കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനെ പേയ്മെൻറ്റ് മെത്തേഡ് ചോദിക്കും, പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് സ്കിപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണ്. സ്കിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം നിങ്ങളത് പേയ്മെൻറ്റ് ചെയ്യാൻ പറയും. എന്ന് പറയുമ്പോൾ 1 രൂപ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ വന്നിരിക്കുന്ന 1 രൂപ തന്നെ അവർക്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തതിന് ശേഷം അത് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ഫോൺ പേ ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഫോൺ പേയിലേക്ക് പോകും. എന്നിട്ട് അതിൽ നിന്ന് 1 രൂപ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫോൺ പേ അതിൽ കണക്ട് ആവുന്നതായിരിക്കും. കണ്ടിന്യൂ കൊടുക്കാം. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അതെല്ലാം തന്നെ നിങ്ങൾ കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ KYC കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾ ആ ഒരു കൊടുത്തിരിക്കുന്നതിലേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആ ഒരു കൊടുത്ത് അപ്ലൈ ചെയ്ത ആ ഒരു UPIയിലേക്ക് ആ ഒരു 170 രൂപ അവർ അയച്ചു തരുന്നതായിരിക്കും. അത്രയ്ക്ക് പക്കയാണ്. പിന്നീട് ഈ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, കൊടുക്കുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് തന്നെ സെബിയുടെ അണ്ടറിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അടിപൊളി ഒരു സ്റ്റോക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അല്ലാത്തവർക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ KYC ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്രൂവ് ആയാലും ഇല്ലെങ്കിലും ഫണ്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ KYC ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള പരിപാടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത് അപ്രൂവ് ആയിട്ട് നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്ത് കളയാവുന്നതുമാണ്. പ്രശ്നമൊന്നുമില്ല. അതിന് ഫീസോ കാര്യങ്ങളോ അങ്ങനെ ഒരു ഇതുമില്ല. നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് തന്നെ അത് ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. നമ്മൾ KYC നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാവുന്നതുമാണ്, അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു KYC കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് 171 നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന അതിലേക്ക് അയച്ചു തരുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്കയായിട്ട് തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേപോലെ തന്നെ അയച്ചു കൊടുക്കാം. അവരും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് ഇതേപോലെ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് വൈഫൈയിൽ കണക്ട് ചെയ്ത് ചെയ്യരുത്. പിന്നീട് ഇതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ഫോൺ നമ്പർ കൊടുത്തുകൊണ്ട് ആദ്യമേ തന്നെ രജിസ്റ്റർ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുമ്പോൾ തന്നെ ഒരു രൂപ വന്നാൽ മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്യാവൂ. അല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ആ 171 കിട്ടത്തില്ല. അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു രൂപ എന്ന് പറയുന്നത് തരുന്നത് തന്നെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറയുമ്പോൾ ഇതുപോലെ ട്രാക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഇതിൽ ട്രാക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രൂപ അവർ അയച്ചു തരുന്നത് തന്നെ ആ ഒരു UPIയിലേക്ക്. എങ്കിൽ മാത്രമേ ആ ഒരു ബാക്കിയുള്ള 170 രൂപ ഫുൾ പേയ്മെൻറ്റ് ആ ഒരു UPIയിലേക്ക് അവർക്ക് അയച്ചു തരാൻ, ട്രാക്ക് ആയെങ്കിലേ അവരെ അയച്ചു തരാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രൂപ വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 10, 5, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അരമണിക്കൂർ ആണെങ്കിൽ എടുത്തിരിക്കാം. അത്ര എടുക്കത്തില്ല, എന്നാൽ പോലും അരമണിക്കൂർ വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ടും കയറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ഡേറ്റ് അടിച്ച് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് പക്ഷേ വേറെ നമ്പറിൽ ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നുന്നു. അത് കറക്റ്റ് അറിയില്ല, പക്ഷേ അങ്ങനെ വരത്തില്ല. നിങ്ങൾ വൈഫൈയിൽ കണക്ട് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാതിരിക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അതേ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലാഗൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ നെറ്റ്വർക്കിൽ ചെയ്യുക. അല്ലാതെ നിങ്ങൾ വൈഫൈയിൽ കണക്ട് ചെയ്തോ അല്ലെങ്കിൽ അല്ലാതെ ട്രിക്കായിട്ടോ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ ആ ഒരു രൂപ കിട്ടും. അന്നേരം അത് ട്രാക്ക് ആവും. അതിനുശേഷം കറക്റ്റായിട്ട് നിങ്ങൾ KYC പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു 170 രൂപ സ്പോട്ടിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിരിക്കാം. പിന്നീട് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കാം. അവർക്കും ഇതേപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും ഇതേപോലെ കിട്ടും. കറക്റ്റായിട്ട് ഈ റേഞ്ചിൽ വേണമെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇതേപോലെ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നീട് മസ്റ്റായിട്ട് റഫറൽ കോഡ് അപ്ലൈ ചെയ്തിരിക്കുക. അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കുക. വലിയ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ഇതിനകത്തെല്ലാം KYC കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ മിക്കത്